കുഞ്ഞോൾ പള്ള കൊള്ളണില്ല, കുഞ്ഞോളുടെ പള്ള കൊള്ളണില്ല. റിസ്ക് കളി വേണ്ട, കൊടുങ്ങൂട്ടോ. ഇപ്പൊ അടുത്ത് ഇനിയിപ്പൊ ഡെലിവറി കഴിഞ്ഞാ പിന്നെ എന്തായാലും ബല മാതിരി ചെറുതിനെ നമുക്ക് അടാക്കി പറയാൻ പറ്റൂലല്ലോ. ചെറിയ കുട്ടിയെ കൊണ്ടെടുക്കല് നിർബന്ധം. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രഗ്നന്റ് ആയി. കാരണം ഞാൻ എന്തൊക്കെ മാണ്ടാത്തരം കാട്ടിയാണ്ട് കുടുങ്ങിയോ? അപ്പൊ ഗൈസ് കുഞ്ഞോളെ, എന്താണ് ഇന്നത്തെ എന്റെ പ്ലാന്? അല്ല, എനക്ക് ഡെയിലി ഓരോ പ്ലാനാണല്ലോ ഗൈസ്. പ്രസവം അങ്ങോട്ട് തുടങ്ങി, അതായത് ഗർഭം പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണെന്ന് അറിഞ്ഞ ഉടനെ പിന്നെ ഓരോ ദിവസം ഓരോ ആഗ്രഹമാണ് കാക്കുവിന്റെ കുട്ടിക്ക് അല്ലേ. പാവാണ് ഇതേ. ഞാൻ ഒരു പെണ്ണാണ്, ഗർഭിണിയായിട്ടുള്ള ഇടങ്ങേറുകളൊക്കെ സഹിക്കുക. ഞങ്ങൾക്കാണ്, ഞങ്ങളെ ശരീരത്തിനാണ് ചേഞ്ച് വരിക, എല്ലാം ഞങ്ങൾക്കാണ് ഉണ്ടാകുക. കുറച്ചൊക്കെ ഇടങ്ങേറ് ഭർത്താക്കന്മാരും അറിയണ്ടേ. അതല്ല ഈ ഇടങ്ങേറ് പറഞ്ഞാല് ഫിനാൻഷ്യലി തകർക്കല പുതിയാപ്പിളാരെ പൂതി പറഞ്ഞാണ്ട്. ഓഹോ, നമ്മള് 10 പൂതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പൂതി എല്ലാരും നിറവേറ്റി തരുള്ളൂ. അപ്പൊ ഓളെന്ത് ചെയ്യും, 100 പൂതി അറിയും, അപ്പൊ 10 പൂതി കറക്റ്റ് കിട്ടുമല്ലോ. അതാണ് ഓളെ വളവ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാല്, ഇന്ന് ഞങ്ങൾ കുട്ടികളൊന്നും ഇല്ലാതെ അങ്ങോട്ട് ഇറങ്ങിയതാ. അതായത് നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് 3 മാസം അല്ലേ, 3 മാസം ഗ്യാപ്പ് ഞങ്ങക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ. അങ്ങനെ ട്രിപ്പായിട്ടൊന്നും പോയിട്ടില്ല, ലോങ് പോയതാണ് നമ്മള് കോഴിക്കോട്. കാരണം അന്ന് എന്റെ അടുത്ത് കാറും കാര്യങ്ങളൊന്നും ഇല്ല, ഇനി ഞാൻ ബൈക്കായിരുന്നു. അപ്പൊ ആ ഒരു പാവ കാലഘട്ടത്തിലാണ് കുഞ്ഞോള് ഞാൻ കെട്ടിയതെന്ന് ഓർമ്മ കാണട്ടെ ഞങ്ങക്ക്. അതിന് ശേഷം ഞങ്ങള് കാറൊക്കെ എടുത്ത് ഇതായതൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പ്രഗ്നന്റ് ആയി. കാരണം ഞാൻ എന്തൊക്കെ മാണ്ടാത്തരം കാട്ടിയാണ്ട് കുഞ്ഞോളെ കേടെടുത്തി. അപ്പൊ ഗർഭിണിയായി. അപ്പൊ ഗർഭിണി ആവുക എന്ന് പറഞ്ഞാല് നമ്മളെ തറവാട്ടിലൊക്കെ എന്താ വെച്ചാല് ചെറിയ കുട്ടികളില്ല ആ സമയത്ത്. കുട്ടികളെ ഉള്ളു, സത്യം പറഞ്ഞാൽ അന്ന് പെങ്ങന്മാർക്കുള്ള കുട്ടികളെ ഉള്ളു. ഓലാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തൂല. കാരണം ഇങ്ങോട്ട് കച്ചറ കൂടിയാണ്ട് കുട്ടികളൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് നുള്ളിയും പിച്ചിയും ചെയ്തിട്ട് കുട്ടികളൊന്നും ഓല് ഇവിടെ കൊണ്ടുവന്ന് നിർത്തൂല. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ പൂതിയായി. അതിൽ ഇമ്മക്ക് എങ്ങനെ പറഞ്ഞോട് കുഞ്ഞിക്കാല് കാണാൻ പൂതിയുണ്ട് കാരണം ആ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, കുഞ്ഞിക്കാല് കാണിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ആ ഒരു ടൈമിൽ തന്നെ പ്രഗ്നന്റ് ആയി. പിന്നെ കുട്ടിയായി, പിന്നെയും പ്രഗ്നന്റ് ആയി, പിന്നെയും കുട്ടി. അതായത് കുഞ്ഞിക്കാലം കൊണ്ട് ആറാട്ട് അല്ലേ. എത്ര കാലം കുഞ്ഞിക്കാലാണ് ഇപ്പൊ. വലിയ കാല് കാണാൻ പൂതിയായി. കാരണം ഒറ്റകളൊന്നും വലുതാണില്ല, ഞങ്ങളൊക്കെ ചെറിയ ചെറിയ കുട്ടികള്. അപ്പൊ ഞങ്ങളെ സത്യം പറഞ്ഞാല് അങ്ങനെ ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു ഒറ്റക്ക് എന്നില്ല, ഞങ്ങള് രണ്ടാളും ഒറ്റക്ക് എന്നുള്ളൊരു കാലം ആകെ ആ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കല്യാണത്തിന്റെ ഗ്യാപ്പില് 2.5 മാസമായിട്ടാണ് കിട്ടിയത്. അന്ന് ഇവിടെ ഈ സ്റ്റീല സ്വഭാവം, പിന്നെ എനിക്ക് കിളി പോയിങ്ങാണ്ടുള്ള ഒരു സ്വഭാവം ആയതുകൊണ്ട് ഞങ്ങൾ ഇടക്ക് അത് പിന്നെ കല്യാണം നിക്കാഹോ കഴിഞ്ഞ ആദ്യത്തെ 6 മാസം പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, ഭയങ്കര കച്ചറി. കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലവും നിക്കാഹ് കഴിഞ്ഞിട്ടാണ് 6 മാസം. അതല്ല ഒരുവിധം മനുഷ്യന്മാരൊക്കെ നിങ്ങളൊക്കെ അനുഭവത്തിലുണ്ടാവും. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 1 വർഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റത്തെ ഒരാഴ്ച ഭയങ്കര പൂലേക്കാരം, ആ രസത്തിൽ ഇങ്ങനെ പോകും. പിന്നെ ഇതിന്റെയൊക്കെ രസമൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്താണ് അതിന്റെ രസം ഞാൻ പറയണ്ടല്ലോ. അപ്പൊ ഇതിന്റെ രസമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നമ്മളെ ജീവിതം കൊണ്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ടൈമാണ്. പൊരുത്തപ്പെടാനുള്ള ടൈമില് പറഞ്ഞാല് എന്താ കാക്കു പറയണത് ഇച്ചും പറ്റൂല. കാക്ക എപ്പോഴും ഈ ഡ്രസ്സിനെ പറ്റിങ്ങാണ്ട് അതിടണം, ഇതൊരു 10 ഡ്രസ്സൊക്കെ ഒപ്പം ഇടിപ്പിച്ചു. ഒരു ചുരിദാർ, അതിന്റെ മേലെ ഒരു ഓവർകോട്ട്, അതിന്റെ മേലെ ഒരു കോട്ട്, ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അങ്ങനെ ഇടിപ്പിച്ചു കൊണ്ടുപോയത് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് വിരാന്തിച്ചറിയില്ലല്ലോ ഇതിന് ഇങ്ങനെ വിരാന്ത ചൂടും പോകുകയാണ് അറിയാണ്ടോളി. അപ്പൊ ഗൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്താ വെച്ചാല് നമ്മള്
കുട്ടികൾക്ക് അതായത് നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ 2.5 മാസമാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു സ്വന്തമായിട്ട്. ഇനി ഇവിടെ അതിന്റെ അടിയിൽ എന്തെങ്കിലും പറയണം. ബ്രൂനെ പള്ളിയിലുണ്ടായെന്നേ എല്ലാരും പറഞ്ഞ പ്രഗ്നന്റ് ആകുന്ന ടൈമില് എന്താ മറ്റേ ബീച്ച് പോയിരിക്കണ നല്ല മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാളും ബീച്ചിൽ പോയി. അവിടെ എത്തി ഇറങ്ങിയതോടുകൂടി അടിയാണ് തുടങ്ങി. കച്ചറായി വണ്ടി കയറി തിരിച്ചിങ്ങോട്ട് തന്നെ. അപ്പൊ അതാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ ഗൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താ വെച്ചാൽ ഇന്ന് കുട്ടികളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു പറയാം തറവാട്ടിലാക്കിയാണ്ടേ ഞങ്ങൾ അങ്ങോട്ട് പോന്നു. ഒന്നും നോക്കിയില്ല അല്ലെ കുഞ്ഞോളെ? അതായത് ഓളെ പിന്നെയും തുടങ്ങിയ ഇപ്പൊ അടുത്ത് ഇനിയിപ്പോ ഡെലിവറി കഴിഞ്ഞാ പിന്നെ എന്തായാലും ബല മാതിരി ചെറുതിനെ നമുക്ക് അവിടെ ആക്കി പോരാൻ പറ്റൂലല്ലോ. ചെറിയ കുട്ടിയെ കൊണ്ടെടുക്കല് നിർബന്ധം. അപ്പൊ അങ്ങനെ അപ്പൊ അതിനും വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ്. അതായത് ഇനി പ്രസവം കഴിഞ്ഞാൽ ഓള് പറയുന്നതാണ് പ്രസവം കഴിഞ്ഞാൽ ചെറിയ കുട്ടീനെ ഇട്ടുകാണ് ഇപ്പൊ നമുക്കൊരു സിംഗിൾ ഡ്രൈവ് നടക്കൂലല്ലോ. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് എന്നുള്ളൊരു അതായത് കുട്ടികൾ ഉണ്ടാവുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യലും. ഓളും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ വേണ്ടാന്നോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ നമുക്കൊരു ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഇത്. അപ്പൊ അത് കുട്ടികൾ അവിടെ നിക്കാൻ റെഡി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആക്കിയത്. പ്രൊമോഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ അവിടെ ആക്കും. നമ്മള് വേഗം പോകും പോരും. അപ്പൊ ഈ ഒരു ഒറ്റക്ക് പോയാ ഒരു എൻജോയ്മെന്റ് കിട്ടൂല. ഇത് നമ്മള് ഒരു പരിപാടി ഇല്ലാതെ ഒറ്റക്ക് ഇറങ്ങി തിരിച്ചതാണ്. എന്താകുമ്പോ എന്താ കുട്ടികളെന്ന് ആലോചിച്ചിട്ടില്ലേ കാണാൻ. അല്ല ഓൽക്ക് അതിന്റെ പ്രശ്നമൊന്നുമില്ല. ഞാൻ കാറും ബലൂണൊക്കെ വാങ്ങിക്കൊടുത്താണ് പോകാൻ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ അങ്ങനത്തെ ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. എല്ലാവരും ലൈക്ക് അടിക്കട്ടോ. കാരണം ശക്തി കേട്ടോ. ഒരു ലൈക്ക് ഒരു കമന്റ് ഇപ്പൊ നിങ്ങള് അൻഷിഫ് കലക്കി ബ്രോ എന്നടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. എൻ്റെ ആ വാക്ക് കേട്ടിട്ടാണ് നിങ്ങൾ ആ കമന്റ് ചെയ്തത്. അപ്പൊ എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഈ പെണ്ണൊക്കെ അല്ലേ നല്ല മനസ്സിന് നന്മയുള്ളവരാണ്. അങ്ങനത്തെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒന്നും കിട്ടൂല. അത് ഈ പോസിറ്റീവ് എനർജി അല്ലേ. നമ്മൾ പരസ്പരം പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യണം. ഞാൻ നിങ്ങളെ പറ്റി പുകഴ്ത്ത. നിങ്ങളൊക്കെ സൂപ്പറാണ്. നിങ്ങളൊക്കെയാണ് എൻ്റെ ശക്തി. നിങ്ങളെപ്പോലെയുള്ളവരെ കൊണ്ടാണ് ഞാനൊക്കെ ഇങ്ങനെ ഇത്ര രക്ഷപ്പെട്ടത്. നിങ്ങളെന്ത് ചെയ്യണം? എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളോടൊക്കെ എനിക്ക് ഐ ലവ് യു ആണ്. നിങ്ങളോടൊക്കെ എനിക്ക് ഐ ലവ് യു ആണ്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്യട്ടോ. പറയേ കൈ തന്നാലോള് പറഞ്ഞേ പറയല്ലേ. ചൂടാലേ ആൾക്കാർ കാണും. ഗൈസ് അങ്ങനെ ഞങ്ങൾ കുട്ടികളൊന്നുമില്ലാത്ത ഒറ്റക്കുള്ള യാത്രയിൽ വിശന്ന് വലഞ്ഞ് ഇതാ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഭക്ഷണം കഴിക്കല്ലേ? എന്താ പറഞ്ഞേ? മീൽസ് അതായത് ചോറ്, വെറും ചോറ് കേട്ടോ. ഞാൻ ബിരിയാണി വിട്ടുള്ള കളിയില്ലട്ടോ ഗൈസ്. ഞാൻ ബിരിയാണി വരട്ടോ. എന്നാലും ആ ഉച്ചക്ക് വിശക്കണ സമയത്ത് ബിരിയാണി കഴിക്കുമ്പോൾ ഇല്ല ബിരിയാണി ഇന്റർവ്യൂല് ഞാൻ എന്നോടൊന്ന് ചോദിച്ചെങ്കിൽ കാക്കുവിന്റെ ഫേവറേറ്റ് ഫുഡ് ഏതായിരുന്നു ഒന്നും ആലോചിക്കാൻ എനിക്ക് ബിരിയാണി പറഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ ഫേവറേറ്റ് ഫുഡാണ്. എന്റെ ഇഷ്ടം നോക്കണം. മനുഷ്യന്മാരെ കാര്യം പറഞ്ഞതേ ചേലക്കാത പൊടി ബീഫ് കൊണ്ടാട്ടം അല്ലേ, ചോറ്, ഇതൊക്കെ എല്ലാ ഐറ്റം ഉണ്ടല്ലോടി. പായസം കേക്കാനല്ലേ? എന്താ മോരിക്ക അത് അധികം കുടിക്കല്ലോ. ബിരിയാണിക്കാണ് അവർക്ക് ശരി. കേട്ടപ്പോ നമ്മള് ചിക്കൻ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട്. കൈക്കട്ടോ അബ്രോ ഇബ്രോ ജുബ്രോ കണ്ടോളിയടാ. നിങ്ങളില്ലാത്തപ്പോ ഞങ്ങള് വന്ന് മുടങ്ങണത് കണ്ടില്ലേ? ഞോലി ബ്ലോഗ് കാണും അല്ലേ? പെരിയിലെത്തുമ്പോ നമ്മളിട്ടാല് ഇതൊരു കാണും. ഇബ്രൊക്കെ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തിക്കണ നോക്കാൻ പോലെ ഞങ്ങള് വ്ളോഗൊക്കെ കാണല് വേഗം ഓലെ കൊണ്ടാതെ പോയാല്. നമ്മള് തിരുവല്ല ലില്ലീസ് റെസ്റ്റോറന്റിലാട്ടോ. അല്ലെങ്കിൽ കാണൂല. അപ്പൊ തന്നെ കഴിക്കട്ടത് ഗായ്സ്. പോലെന്നാ എന്താ ഓളെ സുഖം. കാലുമ്മക്കാലൊക്കെ കയറ്റി വെച്ച് നോക്കാണ് ഇരിക്കണോക്കാണ്.
ഡ്രൈവ് ചെയ്യും വേണ്ട, പഠിപ്പിച്ചല്ലേ ആയിക്കൂടെ തീക്കൂടെ നമ്മളിത് മെനക്കെട്ട് ഗീറും ക്ലച്ചും ചവിട്ടി ചവിട്ടി. ഇനിയിപ്പൊ എങ്ങോട്ടാ എനിക്ക് പോണ്ടേ? ബീച്ചിക്കും പോണഞ്ഞ്. അപ്പൊ ഞാൻ അതിനാണ് നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, എന്ത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ പെണ്ണുങ്ങളെ ബീച്ചിൽ കൊണ്ടുപോണീന് പെണ്ണുങ്ങളെ ബീച്ചിൽ കൊണ്ടുപോണത് കൂലിട്ടുന്ന പരിപാടിയാണ്. ഒരു റിലാക്സേഷൻ. അതിലുണ്ടോ കൂലി? കൂലിയോ? കൂലി ഉണ്ടാവും. അങ്ങനെ ഗായ്സ്, കുഞ്ഞോളുടെ ആഗ്രഹപ്രകാരം നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? കാണിച്ചെടുത്തടി. ഉണ്ണിയാൽ ബീച്ച്. ഉണ്ണിയാൽ ബീച്ച് തിരൂരാണ് നമ്മളുള്ളത് കേട്ടോ. തിരൂര് കോഴിക്കോടല്ലേ പോലെ? എപ്പോഴും കോഴിക്കോടല്ലേ? നമ്മളെന്ന് ഈ കോഴിക്കോട് ബീച്ചിൽ തന്നെ ഇങ്ങനെ പോയിട്ട് വെറൈറ്റി ആക്കി വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ലക്ഷദ്വീപ് ടച്ച് തെങ്ങ് ഇങ്ങനെ കാണുമ്പോ ഗൈസ്, അങ്ങനെ ഞങ്ങള് ലക്ഷദ്വീപിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? ലക്ഷദ്വീപ് കണ്ടു നോക്കും മയന്തുകളെ, അന്തമില്ലാത്ത സബ്സ്ക്രൈബേഴ്സുകളെ കണ്ടു നോക്കൂ, അന്തമുള്ളവർ മാറി നിന്ന് ചിരിച്ചോളൂ, അന്തമില്ലാത്തവർ പോയ ലക്ഷദ്വീപ് വോ നൈസ് എന്ന് പറഞ്ഞ് ചാടിക്കളിക്കൂ. എന്ത് പരിപാടി, കാറിന്റെ ഉള്ളിൽ കൊട ചൂടിയൊക്കെ ഗൈസ്. മഴയാണെങ്കിലേ വെയിലാണ്. അടിപൊളി സ്ഥലമാണ്. അവളെ ക്യാമറ എടുത്ത് പോന്നാ മതിയല്ലേ? ഫോട്ടത്തിന് പറ്റിയ ഏരിയയാണ്. ഉണ്ണിയാല് ബീച്ചിലെ കണ്ടവര്, ഉണ്ണിയാല് ബീച്ച് കണ്ടവര്. ഇല്ല പാടട്ടെ ഗൈസ്, നിന്റെ പാട്ടോ. ഉണ്ണിയാല് ബീച്ച് കണ്ടവര്, ഉണ്ണിയാല് ബീച്ച് കൊണ്ടവര്. ഗൈസ്, ബീച്ചിൽ നിറച്ച് കുട്ടികളെ കൊണ്ടിട്ടോ. ഞാൻ കുറച്ച് പൗഡർ ഇടട്ടെ, കടുക് പൗഡർ. ഇവ കാക്കുവിന്റെ രഹസ്യം. പൗഡർ കാക്കുവിന്റെ രഹസ്യം, സൗന്ദര്യത്തിന്റെ, കാക്കുവിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. മതിയേ, എത്രയാ തരുന്നത്? എത്ര ഇതിട്ടെന്ന് വെച്ചാൽ ആരപ്പ അറിയണേ? ഒരു ലോഡ ഇട്ടുകാണ്ടോളേ ഇവിടെ ഇതാക്കിയിട്ടുള്ളു. അതോളാ പറയണേ. പെണ്ണുങ്ങളാരിടും. നിങ്ങക്ക് എന്തോ ആകാന്നല്ലേ? അതിൻ്റെ അവിടെ കഴിഞ്ഞിക്കണം. അതിനാ ക്ലാസ് ഉണ്ട്. നോക്കണ്ടത് ഒരാഴ്ച കൂടിയൊക്കെ പോവും. നിങ്ങൾ തന്നെ ചവിട്ടി കണ്ട് ഇവിടെ വണ്ടി എത്തണ ഓഫായത് അങ്ങനെ കാണിച്ചു കൊടുക്കടി. ഞാൻ തന്നെ കാണിച്ചു. ഞാൻ ആ പൗഡർ ഇട്ടൊക്കെ കണ്ട കുഞ്ഞായിട്ടാണ്. ഞാൻ കമന്റില് ഫുള്ള് അതേക്കാരം അൻസിപ്പ് എന്താ ഇങ്ങനെ, അൻസിപ്പിന് എന്താ കഥല്ലേ പറ്റൂല. ഈ ഒരു റോഡ് നല്ല രസമായില്ലേ? ഈ ചെറിയൊരു ധാര ചെയ്ത റോഡ് വൈബേരിയല്ലേ? ബീച്ചിന്റെ സൈഡിൽ കൂടെയാണ്. ഇബ്രു കുട്ടിയൊന്നും ഇത് കാണണ്ട. ഇനി ഇബ്രുവിന്റെ സ്പോർട്സിന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിക്കണട്ടോ. എന്താ കളർ എടുത്തേക്കല്ലേ തിണ്ടിന്? സബ്സ്ക്രൈബേഴ്സ് സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്. വീഡിയോ കാണുന്നവർ ഐ ലവ് യു. വീഡിയോ കണ്ട മുത്തുകളെ ഐ ലവ് യു, ഐ ലവ് യു. സബ്സ്ക്രൈബേഴ്സ് മുത്താണ്, ഐ ലവ് യു ആണ്, ഐ ലവ് യു ആണ്. സബ്സ്ക്രൈബേഴ്സ് മുത്താണ്. ഇൻകുലാബ് സബ്സ്ക്രൈബേഴ്സ് തന്നെ കാണിച്ചേ. കൂടി കാണുമ്പോഴുള്ളത് ഹൈലൈറ്റ്. ബീച്ചടക്കല്ലേ ഈ വഴി കാണുന്നത്? അല്ലെങ്കിൽ ഫൈവ് കിട്ടണം. ഇവിടെ തട്ടിയിട്ട് അതൊന്ന് മാറ്റാൻ പറയാം. ഞങ്ങളൊരു വീഡിയോ എടുക്കട്ടെ. കുട്ടികളങ്ങനെ വരി വരി വരിയായി കരുക്കത്തോട്ടം.
സ്ഥലമൊന്നും ഇല്ലല്ലോ തന്നെ. പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ഒരു ഇത്. മനസ്സിലായോ? കഴിഞ്ഞോ ബീച്ച് കഴിഞ്ഞോ? ഉണ്ണിയാൽ ബീച്ച്. ഉണ്ണിയാൽ ഉപ്പിലിട്ടതൊന്നുമില്ല ഒന്നുമില്ല. ഉണ്ണിയാൽ ബീച്ചിലുണ്ടല്ലോ. പൊരിപടികൾ പക്കി പരുന്തുകൾ ചായ പൊരികടികൾ അവിടെ കണ്ടിട്ടാണ്. പൊരികടികൾ പക്കി പരുന്തുകൾ കടലാമ പക്കി പരുന്തുകൾ പക്ഷി നല്ലതിൽ പറയുന്നത് പക്കി പരുന്ത് അങ്ങനെ പറയാ. ഉപ്പിലിട്ടോ കണ്ടു അവിടെ നമ്മളിപ്പോ ഫുഡ് കഴിച്ചതുകൊണ്ട് വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം. ഇവിടെ വണ്ടി ഇരുത്തി നമ്മളെങ്ങനെ അങ്ങോട്ട് ഇറങ്ങാ ബീച്ചക്ക്? ഇത് മറിച്ചിടാൻ പറ്റുമോ നമുക്ക്? തെങ്ങും ഇതൊക്കെ എടുത്ത് പോയാലേ ഓഫായി കളഞ്ഞേ. അവിടെ എന്തോ ഉണ്ടോന്നല്ലേ? അവിടെ എന്തോ ഉണ്ടോന്ന. ഇറങ്ങിക്കോ. എന്റെ ആഗ്രഹം പോലെ ഞാൻ എന്നെ ബീച്ചിക്ക് എത്തിച്ചിക്കണേ. ഞാനൊക്കെ എന്തൊക്കെയാ എനിക്ക് ഇടാനല്ലോ. നമുക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഗേൾസിന്റെ ഈ ഡ്രസ് കാണല്ലേ? നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. മറ്റേ തൊപ്പിയും കൂടി കിട്ടണേനില്ലേ? തൊപ്പിയാ തൊപ്പിയായി അല്ല ഇറങ്ങല്ലേ? അപ്പൊ ഇതാണ് നമ്മളെ ഉണ്ണിയാൽ ബീച്ച് ട്ടോ. ഉണ്ണിയാൽ ബീച്ചിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ലേ? അറിയുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. കാരണം എനിക്കറിയില്ല. അല്ലേ കുഞ്ഞോളെ? ഉണ്ണിയാൽ ബീച്ചാണ് ഇത് അറിയാം. ഉണ്ണിയാൽ ബീച്ചിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ല അറിയാൻ ഓലോടെ? അല്ല ഞമ്മക്ക് അറിയില്ല. അറിയുന്നുണ്ട് ഓലോട് ഇതിൽ പറയാൻ പറയാം. അപ്പൊ ഇതാണ് ഗൈസ് ഉണ്ണിയാൽ ബീച്ച്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ലക്ഷദ്വീപിൽ പോയ മാതിരിയാണ് ഇവിടെ അല്ലേ? ഇപ്പൊ നോക്കണോക്കെ നമ്മളെ എടാ ലക്ഷദ്വീപേ പോയോ? ഏതായാലും നോക്കി ഒരു കാര്യം ഉണ്ടായിക്കോട്ടെ. വിളിച്ചിക്കണ ഞാൻ അന്നെ തന്നെ ആളെ കൂട്ടണ്ട. ചെറുക്കനെ വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ചെറുക്കനെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ചായിരുന്നു. ഞങ്ങളെങ്ങനെ നോക്കണ്ട്. എടാ ഇതല്ലേ ഉണ്ണിയാലി ബീച്ച്? എന്റെ പേരെന്താ? അൻസി കയ്യാട്ടിക്ക. നല്ല സ്വഭാവമുള്ള ചെറുക്കപ്പം. അപ്പൊ ഗൈസിബനാണ് നമുക്കിന്ന് ഫോട്ടോ എടുത്ത് തരാൻ പോണേ അല്ലേ? ഫോട്ടോ എടുത്തില്ലേ? നല്ല 2 പിക്ക് എടുക്കട്ടോ. മൊത്തം കുഞ്ഞാളെ ബീച്ചൊന്നും പറയാല്ലേ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടിക്കണോ? എന്റെ ഇഷ്ടാണ് ഇന്നത്തെ എന്റെ ജീവിതം. ഇത് കൂടെ പോവുണ്ട് കൊള്ളു. എന്നെ കൊള്ളോ? കൊള്ളോ? എന്താ ഇത് കൂടെ പോവാനും ഇപ്പൊരു കുഞ്ഞോൾ പള്ള കൊള്ളണില്ല. കുഞ്ഞോളുടെ പള്ള കൊള്ളണില്ല. റിസ്ക് കളി വേണ്ട. കൊടുങ്ങൂട്ടോ. അപ്പുറത്ത് കൂടെ പോര്. ആ ആ അതിൽ കൊള്ളൂലേ? ജോരോ വണ്ടിയും ബലി ഉണ്ടാക്കണതേ. അവിടെ ഉണ്ട് പള്ള കുടുങ്ങിക്കണേ. അങ്ങനെ ഗൈസ് ഞങ്ങൾ 2 പേരും കടലിനക്കരെ പോയോര്. ഇവിടെ വെള്ളം ഇതുവരെ കയറി. എന്റെ ഫോണവിടെ നമുക്ക് മറ്റേ വീഡിയോ എടുക്കല്ലേ?
ആ ഇടില്ലേ? റെഡി 1 2 3 പറയുമ്പോൾ മേലക്കാണ് കൊണ്ടുവന്നോ. റെഡി 1 2 3 ഒന്ന് ചിരിച്ചാണ്ട് പോകണ്ടോ. റെഡി 1 2 3. ഇഞ്ചിക്കോക്ക് ഞാൻ അഞ്ചിക്കോക്ക്. ഗൈസ് ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോ ആണ് ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കുഞ്ഞാളെന്നാ പോവല്ലേ? വൈകുന്നേരമായി, സൂര്യൻ അസ്തമിച്ചു. പോവല്ലേ? സൂര്യാസ്തമയം കാണാനെത്തുന്നത് കറക്റ്റ് സമയത്തില് രാത്രി ആക്കാര അല്ലെങ്കിൽ ഉച്ചക്കുണ്ടല്ലോ. ഉച്ചക്കാക്കാര നല്ല രസല്ലേ സൺസെറ്റ്. എന്തായാലും ഒക്കെ ആഗ്രഹങ്ങളൊക്കെ മാറിയില്ലേ? മഞ്ഞുവാ കാക്കൂന്റെ കുട്ടി പോന്നാണ്. നീ ഒരു കൊല്ലത്തിന് പൂതില്ല കേട്ടോ. കൊല്ലം കഴിഞ്ഞില്ലേ ഈ മാസത്തോടുകൂടി. കളർത്തണ്ടി നീ കുടിച്ചോ. സമൂസയും പറഞ്ഞോ. അങ്ങനെ ചായ കുടിയില്ലാട്ടെ ഞങ്ങള്. ഞാൻ മിനറൽ വാട്ടർ കുടിക്കലുള്ളൂ. അങ്ങനെ ഗൈസ് ഞങ്ങൾ എവിടെ നിന്ന് മടങ്ങി കുഞ്ഞോളെ? ബീച്ചിൽ നിന്ന് മടങ്ങിയില്ലേ? അപ്പൊ പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പമ്പിൽ കയറിയതാണ്. അല്ല പിന്നെ അപ്പൊ പെട്രോൾ അടിക്കാന് ഹോട്ടലിൽ കയറിയിട്ട് കാര്യമില്ലല്ലേ? അപ്പൊ എന്താണ് എന്നിട്ട് എന്റെ ഇന്നത്തെ ഇത് പറയാ എക്സ്പീരിയൻസ്? സൂപ്പറായില്ലേ? നീ വ്ളോഗ് ഇബ്രൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇനി ഒരു പോകുമ്പോഴും ഇല്ല, ഇനി നേരെ പെരേക്കാണ്. ഒറ്റയടിക്ക് ചെവി ഇങ്ങനെ മൂളും എന്റെ. വെറുതെ പറയിപ്പിച്ചാണ്ടേ ചേലക്കാതെ പോടി. ചുരിദാറാള് ടോപ്പൊന്നും കൊള്ളാതെ അപ്പൊ അതിന് പറ്റിയ. അല്ല ഞാൻ എന്താ പരിപാടി ഞങ്ങളെ ഗൈസ് ഇങ്ങോട്ടൊക്കെയാണ്. അപ്പൊ ഇത്രയും ഡ്രസ് ഉണ്ടോക്കെ. ഞാൻ അതിന്റെ പുറത്ത് വന്ന് പോന്നപ്പോ ഇതൊക്കെ ഡ്രസ്സാ. പോന്നപ്പോക്ക് ഇതാക്കണ ഡ്രസ് വേണം പോലെ. ഞാൻ നോക്കുന്ന എടുത്തരൊന്നുമില്ല. ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തില്ല കുഞ്ഞോളെ. ഒരു ലോഡ് സാധനമൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിയാണ്ട് കുഞ്ഞോള് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാക്കണ അവതക്കുഞ്ഞുണ്ട്. മറ്റു രണ്ടോളം കുപ്പായിട്ടിട്ടില്ല, അതുകൊണ്ട് പോലെ കാണിക്കാൻ പറ്റില്ല. അവതക്കുഞ്ഞ് ഭയങ്കര ചൂടിലാണ്. എന്താണ് എന്റെ പ്രശ്നം? എന്താ എന്താണ് എന്താ ഇപ്പച്ചിനോട് എന്താ മിണ്ടാത്തേ? ബീച്ചിക്കാണ് നേരം മനസ്സിലായത്. എങ്ങനെ മനസ്സിലായി? മാമേ ഓള് ഫോട്ടോ കണ്ടേക്കൂല്ലേ? ബീച്ചിന്റെ പ്രൊമോഷൻ ആയത് ഞങ്ങളെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞ ഔദനെ ബീച്ചിൽ കൊണ്ടുവന്ന് മുക്കാൻ പറക്കണ കടലില്. ഇതുണ്ടാവില്ലേ? എന്നിട്ട് ഒലിച്ചു പോയിക്കോട്ടെ. അങ്ങോട്ട് പോര് ഓനെ വിളിച്ചടി. ജന്തുക്കളുണ്ടാവട്ടെ അങ്ങോട്ട് പോര്. ഞങ്ങളൊക്കെ പോവാട്ടെ. ഔത്തുകാരാണ്, വാതിലടക്കാണ്. കല്ലും മണ്ണും ഇങ്ങോട്ട് പൊറുക്കി കൊണ്ടുവരാൻ കണ്ട. തൽക്കണി ഉറങ്ങിയേക്കണ്. തൽക്കണിന്റെ കവറ്, പുതിയ കവറ് വേണ്ടേ? നടക്കും.